അയ്യോ വക്കീലെ, ഇന്ന് ഈ വീട്ടിലൊരു അടിപൊട്ടുന്ന ഉറപ്പാ. പൗലോസട്ട് ഗീറ് മാറി കഴിഞ്ഞു. വേണമെങ്കിൽ വാ കാണാം. ഞാൻ ഈ പറയുന്ന തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്കില്ല. വേണ്ട, ഒരു ചാനലും വേണ്ട ഇവിടെ. ഓടിയ കുഴൽനാടൻ ചത്തു. അല്ല പിന്നെ ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്നു. വ്യവസായ നടത്തിപ്പിലെ നിരവധി നിയമലംഘനങ്ങൾക്ക് ആരോപണം നേരിടുന്ന ഒരു വ്യവസായിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ആ സേവനത്തിനുള്ള പ്രതിഫലമായി എന്നുള്ള മട്ടിൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കരാറാണത്. നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായിട്ട് നിലനിൽക്കും. പക്ഷേ അത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അണെത്തിക്കലായിട്ടുള്ള കോഴ എന്നതിന് വിളിക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ടത്. നമുക്ക് എന്തെങ്കിലും പരാതി, CPM-കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായോ? CPM-ന്റെ നേതൃത്വം അതിൽ ഇടപെട്ടോ? ഇല്ല. ഇതിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. പരാതി ഉണ്ടായോ? CPM-ന്റെ നേതൃത്വം അതിൽ ഇടപെട്ടോ? ഇല്ല. അതായത് ഇത്തരത്തിലുള്ള പൗരപ്രമുഖന്മാർക്ക്, അത് പോറ്റി മുതൽ ഈ പറയുന്ന കരിമണൽ വ്യവസായ വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ ഇല്ല. ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അല്ല, അനിൽകുമാറിന്റെ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ എന്നിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഈ മാതിരി പരിപാടിക്ക് പിന്നെ എന്തോ വിളിക്കണം. ഇതിന് എന്നെ കിട്ടത്തില്ല. ഇത്ര ആളുകളായിട്ട് ചർച്ചയ്ക്ക് സൗകര്യപ്പെടുകയില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണും ഈ കേസിനകത്ത്. ആ പണിക്ക് നിന്ന് തരാൻ സൗകര്യപ്പെടുക പറയാണ്. അയാളെ പുറത്താക്കിയില്ല, ഞാൻ ആളെ വക തൊട്ടിയാണെന്ന് അറിയാവില്ല. മോത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ വിളിച്ചു പറയുന്നത്? ഞാൻ ഈ പറയുന്ന തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്കില്ല. എന്തൊരു സ്റ്റാൻഡേർഡ് പൊക്കിപ്പല്ലെന്ന് വിചാരിക്കരുത്. അത്തരം പരാമർശങ്ങളെ പാടില്ല. ഇതൊരു പബ്ലിക് പ്ലേസാ. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കാം. ഈ പാനലിൽ 4 പേരുണ്ട്. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഗൗരവകരമായി അധിക്ഷേപകരമായ വാക്കല്ലേ അങ്ങ് ഉപയോഗിച്ചത്? കാര്യമല്ല, ഇത് കേൾക്കാൻ സൗകര്യമില്ല. സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് വലിയ ഇടങ്ങേറായിട്ട് വരിക. ഈ പാനലിലുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടുന്നതായിരിക്കുമല്ലോ അല്ലെ? സ്വാഭാവികമായും ഈ പാനലിൽ ഇതിന്റെ ബോർഡിലിരിക്കുന്ന ആളുകളെ മുഴുവൻ ഒരു ചാനലും വേണ്ട ഇവിടെ. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചാനൽ വേണ്ട എന്നൊക്കെയുള്ളത് വല്ലാത്ത തിക്കൂരമായി പോയി. മര്യാദയില്ലാത്ത ആളാണല്ലോ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ 10 മിനിറ്റോളമായി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വിഷയം അവസാനിപ്പിക്കും. ആ വിഷയം അവസാനിപ്പിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. ഭയമില്ല. ഒരു ഫീല് വരുന്നില്ല. പിന്നെ ഇയാൾ എന്തിനാ കരയുന്നത്? ഒരു ഫീല് വരുന്നില്ല ഓർത്തിട്ടുള്ള ഫീലിംഗ്. ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളില്ല. ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഒന്നും മിണ്ടാതിരി പണ്ടാരടങ്ങാനായിട്ട്. അല്ലല്ല, ഇന്ന് സൗകര്യപ്പെടുകയല്ല. കാരണം സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ, സുപ്രീം കോടതി വിധിച്ച കേസാ. മാത്യു കുഴൽനാടനെ 10 ലക്ഷം എന്നാ പറഞ്ഞത്. ഓടിയ കുഴൽനാടൻ ചത്തു. ആ കുഴൽനാടൻ ഇവൻ മഹാ തെണ്ടി തന്നെ. കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞാൻ എന്താ പറയേണ്ടത്? അതാ ഞാൻ പറയുന്നത്. ഈ തെമ്മാടിക്കൂട്ടം, മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയ്ക്കില്ല. മുഴുവൻ ആളുകളെ, അത്തരം പരാമർശങ്ങൾ നടത്തിയതും അല്ലാത്തതുമായ മുഴുവൻ ആളുകളെയും എന്നെയും ഉൾപ്പെടെ തെമ്മാടിക്കൂട്ടം എന്ന് അങ്ങ് വിളിച്ചതിന് ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കുമില്ല. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു. ശ്രീ അനിൽകുമാർ, ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ. ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞോളൂ. ശരി. അല്ല, അങ്ങേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടമെന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ദശമൂലം പോണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച 3 പേർ തെമ്മാടിക്കൂട്ടങ്ങൾ എന്നെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങ് ബഹുമാനിച്ച് ഞാൻ വേണമെങ്കിൽ കേൾക്കാം. നമ്മൾ അതിനു മുമ്പ് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി. ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ ശ്രീ അനിൽകുമാർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ച നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ.
അല്ലേലും ജാത്യാലുള്ള തൂത്താ പോകൂലടാ. അല്ല, ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്നേ. ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുമുണ്ടെന്നേ. അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത്, മാധുവിനെ അല്ല പറഞ്ഞത്. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. അല്ല, ഈ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു, തെമ്മാടിക്കൂട്ടത്തിൽ കൂടെ ചർച്ചയില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ ആൾ. മറ്റു 3 പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും. ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും രക്തനിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. ശ്രീ അനിൽകുമാർ, അവരുടെ പ്രകടനത്തിന് തലകുനിക്കാൻ സൗകര്യപ്പെടുകയല്ല. ഒന്നുകിൽ അനിൽകുമാർ പുറത്തു പോകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഒന്നുകിൽ അനിൽകുമാർ മാപ്പ് പറയണം ആ പദപ്രയോഗത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. മര്യാദയ്ക്ക് സംസാരിക്കാൻ ഞങ്ങളെ മുഴുവൻ പേരെ അപമാനിച്ചിരിക്കുകയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പുറത്താക്കണം. ഞങ്ങളെ എല്ലാവരെയും അവഹേളിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹം മാപ്പ് പറയണം, അതല്ലെങ്കിൽ പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞില്ല, ബിജെപിയുടെ പ്രതിനിധിയെ പറഞ്ഞില്ല, തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ശ്രീ അനിൽകുമാർ ഉപയോഗിച്ചത്. അങ്ങ് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിരിക്കും. തെമ്മാടിക്കൂട്ടത്തിനൊപ്പം ചർച്ചയിലിരിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞു. സ്വാഭാവികമായും മറ്റുള്ളവർക്ക് അത് പറയാമല്ലോ. തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പറഞ്ഞതുപോലെയാണ്. മാപ്പ് പറയണം, ആ പദപ്രയോഗം തെറ്റായിപ്പോയി, പിൻവലിച്ച് മാപ്പ് പറയണം. അതല്ലെങ്കിൽ മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഇടപെട്ടില്ല. ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. ശരിയാണോ? വളരെ മോശമായി പോയി. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്ക്. അനിൽ വളരെ മോശമായി പോയി. എന്നൊക്കെ പറഞ്ഞില്ലേ? ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു വിടുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്യാമരാജൻ, ഞാൻ നല്ല ഹാൻഡിലിംഗ്. പറയാൻ കഴിയൂ. ഇതിൽ തർക്കമൊന്നുമില്ലെന്നേ. ഇത് ആക്രമിക്കുക, അപമാനിക്കുകയാണ്. അപമാനിക്കുന്നതിനൊന്നും നിന്ന് തരാൻ സൗകര്യപ്പെടുകയില്ല. പിന്നെന്താ നാറാണത്ത് പ്രാന്തന് 2ാം ജന്മോ? ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോ നാറാണത്ത് പ്രാന്തന് എത്ര ഡീസന്റാ. ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി വരെ തീർപ്പാക്കിയ ഒരു കേസിനകത്ത് വീണ്ടും ഞാൻ സംസാരിച്ചോട്ടെ. തുണി വാങ്ങടേ. എന്തിനാണ് ഇവര് വായി തിരിക്കേറ്റ പറയാനുള്ള സമയവും ഞാൻ തരും. അങ്ങയുടെ ഉത്തരത്തിന്റെ ഭാഗമായി അങ്ങ് ഉപയോഗിച്ച 2 വാക്കുകളാണ് പ്രകോപനപരമായത്. ഒന്ന്, അത് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ്. ഈ ചർച്ചയിൽ തെമ്മാടിക്കൂട്ടവുമായി തുടരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാനും മറ്റ് പാനലിസ്റ്റുകളും ഉൾപ്പെടെ എല്ലാവരും അതിന്റെ ഭാഗമായി വരികയാണ്. അതിൽ സ്വാഭാവികമായും അവർക്ക് വിമർശനം ഉണ്ടാവും. രണ്ടാമത്തേത് കുഴൽനാടൻ ചത്തു എന്നാണ്. ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി, ഒരു സാധാരണ മനുഷ്യൻ ചത്തു എന്നൊക്കെ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങല്ല, ഞാനൊരു ഇടവേള എടുക്കുകയാണ്. ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് താല്പര്യമുള്ളവർക്ക് തുടരാം. ഇടവേള. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. തിരികെ സ്വാഗതം. ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചർച്ച ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.